കേന്ദ്രവുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സുപ്രീം കോടതി കേസ് കൊടുക്കും. എന്നിട്ട് കേസ് ജയിച്ചോ? ഇല്ല. സുപ്രീം കോടതി ചോദിച്ചതിന് ഉത്തരവില്ല. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടികൾ മാത്രമാണ്. ഇപ്പം ഇതിനകത്ത് എൻ്റെ ഒരു മേജർ സജഷൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് കേരളം മാറാൻ പറ്റുന്നത്? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ 2-3 വർഷക്കാലം ഇവിടുത്തെ ട്രേഡ് യൂണിയനെ സസ്പെൻഡ് ചെയ്യണം. ഒരു ആക്ടിവിറ്റീസും പാടില്ല 2-3 വർഷം. അതേപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ യൂണിയൻ പ്രവർത്തനങ്ങൾ 3 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യണം. 3 വർഷത്തേക്ക് യൂണിയൻ പരിപാടി പാടില്ല. കാരണം മെസ്സേജാണ്, ഈ സന്ദേശം കൊടുക്കുകയാണ്. കാരണം അപ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പാണ്. അതേപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അതും ഒരു 3 വർഷത്തേക്കും ക്ലോസ് ചെയ്തേക്കാം. മറ്റുള്ള രാഷ്ട്രീയം നടക്കട്ടെ. അതായത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ യൂണിയനും ട്രേഡ് യൂണിയനും ഇതെല്ലാം ഒരു 3 കൊല്ലത്തേക്ക് സസ്പെൻഡ് ചെയ്യുമ്പോൾ കേരളം പ്രിജുവിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് മേജർ പോളിസി ഡിസിഷൻ എന്ന് പറയുന്നത്.